بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്തുൽ അൻകബൂത്ത് 42 മുതൽ 45 വരെയുള്ള ആയത്തുകൾ. 20ാമത്തെ ജുസ്ഇലെ അവസാനത്തെ ആയത്തുകൾ എന്ന് പറയാം. അതിനുശേഷം 21ാമത്തെ ജുസ് ആരംഭിക്കും. ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നിയമങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഇന്നല്ലാഹ യഅലമു, ഇന്ന നൂൻ മുശദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. യഅലമു മാ യദ്ഊന, ഐനുകളുടെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. തൊണ്ടയുടെ മധ്യമാണ് ഐനിന്റെ മഖ്റജ്. യഅലമു മാ യദ്ഊന, യദ്ഊന എന്ന് പറയുമ്പോൾ ദാലിന് ഖൽഖല സൂറ നൽകി അതിന്റെ സുക്കൂൻ ഹറക്കത്ത് പോലെ വ്യക്തമാക്കി ശബ്ദം ചലിപ്പിച്ച് ഉച്ചരിക്കേണ്ടതാണ്. മിൻ ദൂനിഹി മിൻ ഷൈ, ഇവിടെ രണ്ട് ഇഖ്ഫ ഹഖീഖി വന്നിരിക്കുകയാണ്. മിൻ ദൂനിഹി, അതുപോലെ മിൻ ഷൈ. സാക്കിനത്താനൂന് ശേഷം ദാലും, അടുത്ത ഭാഗത്ത് സാക്കിനത്താനൂന് ശേഷം ഷീനുമാണ് വന്നത്. അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ മിൻ ദൂനിഹി മിൻ ഷൈ. വഖഫ് ചെയ്യുമ്പോൾ അവിടെ ദീർഘം വരുന്നു. ഷൈ 4 ഹറക്കത്തിന്റെ അളവിൽ മിതത്വം സ്വീകരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ നീട്ടി 6 ഹറക്കത്ത് വരെ പോകാവുന്നതാണ്. ഇനി 2 ഹറക്കത്തിന്റെ അളവിൽ ഒതുക്കുകയാണെങ്കിൽ, ഖസ്ർ ചെയ്യുകയാണെങ്കിൽ അതിനും കുഴപ്പമില്ല. ഭംഗി 4 ഹറക്കത്തിന്റെ അളവിലുള്ള ദീർഘം നൽകി നിർത്തലാണ്. നിർത്തുന്നില്ലെങ്കിൽ മാത്രമാണ് മിൻ ഷൈഇൻ വഹുവൽ അസീസുൽ ഹകീം. തൻവീനിനെ വാവിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഇത് ബിഗുന്ന നാഖിസ്. വഹുവൽ അസീസുൽ ഹകീം, വാവിനെ വ്യക്തമായി അതിന്റെ ചുണ്ടിൽ നിന്ന്, 2 ചുണ്ടുകളിൽ നിന്നുള്ള അതിന്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കണം. വഹുവ വഹുവ വ്യക്തമാക്കി ഉച്ചരിക്കണം. അൽ അസീസുൽ ഹകീം. വതിൽകൽ അംസാലു, അൽ അംസാൽ സാക്കിനത്തായ മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. എന്നിങ്ങനെ മണിച്ചു പോയത്. വതിൽകൽ അംസാലു, അവിടെ മറ്റൊരു തെറ്റ് പലർക്കും വരാറുള്ളത്. വതിൽകൽ അംസാലു എന്ന് പറയും. വതിൽകൽ അംസാലു അല്ല, വതിൽകൽ അംസാലു. നദ്രിബുഹ, നദ്രിബുഹ. ദ്വാദ് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. ഇസ്തിതാല അതിന്റെ സിഫത്താണ്. നദ്രിബുഹ അതിന്റെ കൃത്യമായ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. നാവിന്റെ സൈഡ് മേലാണ് പല്ലിനോട് ചേർത്ത്. നദ്രിബുഹ ലിന്നാസ്, നൂൻ മുശദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ലിന്നാസ്. വമാ യഅഖിലുഹ, ഖാഫിന് കസ്റ ഉള്ളതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ തഫ്ഖീം നൽകണം. യഅഖിലു. വമാ യഅഖിലുഹ, ആ ദീർഘം മദ്യ മുൻഫസിൽ ജായിസ് എന്നതാണ്. അലിഫിനെ 4 5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഇല്ലൽ ആലിമൂൻ. ഖലഖല്ലാഹു, ഖലഖല്ലാഹു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഖാഇന് തഫ്ഖീം, ശേഷം ലാമ് തർക്കീഖ് ചെയ്യേണ്ട അക്ഷരം, വീണ്ടും ഖാഫ്, ശേഷം അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല. ഇതിലെ ലാമുകൾ ശദ്ദത്തായ ലാം, ഇതിലൊക്കെ തഫ്ഖീം നൽകി ഉച്ചരിക്കുകയാണ് വേണ്ടത്.
ഖലഖല്ലാഹു. ലാമിന് മാത്രം തഫ്ഖീം വരാതെ ശ്രദ്ധിക്കണം. ഖലഖല്ലാഹുസ്സമാവാത്. എല്ലാ അക്ഷരങ്ങളും തർക്കീഖിൻ്റെതാണ്. ഇസ്തിഫാൽ ചെയ്ത് ഉച്ചരിക്കുക. ഇസ്തിഫാൽ എന്ന സിഫത്തിന്റെ അക്ഷരങ്ങൾ. അസ്സമാവാത്. വൽ അർദ ضاد തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങളാണ്. ബിൽ ഹഖ്, വീണ്ടും ബിൽ ഹഖ് അല്ലേ. ഖാഫിനും തഫ്ഖീം, അതോടൊപ്പം ഖാഫിന് ഖൽഖല കുബ്റ നൽകി വഖഫ് ചെയ്യണം. വഖഫിൽ അതിന് സുക്കൂൻ വരികയാണ്. പിന്നെ ശിദ്ദത്തിന്റെ ഒക്കെ അക്ഷരമാണ്. ബിൽ ഹഖ്. അപ്പോൾ തഫ്ഖീമിന്റെയും തർക്കീഖിന്റെ അക്ഷരങ്ങളുടെ ഉച്ചാരണം വേർതിരിഞ്ഞ് ക്ലിയറായി വരണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന ഫീ ദാലിക്, നൂൻ മുശദ്ദദ മണിക്കുക. ലആയതൻ ലിൽ മുഅ്മിനീൻ. ലആയതൻ തൻവീനിനെ പൂർണ്ണമായും ലാമിലേക്ക് ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗൈരി ഗുന്ന കാമിൽ. ലആയതൻ ലിൽ മുഅ്മിനീൻ. മുഅ്മിനീൻ ഹംസ വ്യക്തമാക്കി ക്ലിയറാക്കി ഉച്ചരിക്കുക. മൂമിനീൻ എന്ന് നോയി പോയത് മുഅ്മിനീൻ എന്ന് വ്യക്തമാക്കണം. ഉത്ലു മാ ഊഹിയ ഇലൈക്. അവിടെ ഹംസത്തുൽ വസ്ലിന് ദമ്മാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഉത്ലു, മൂന്നാമത്തെ അക്ഷരമായ ലാമിന് ദമ്മുണ്ട്. ഇതാണ് നമ്മൾ അടിസ്ഥാനമായി അറിഞ്ഞ നിയമം. ഫിയലുകളിൽ ഹംസത്തുൽ വസ്ൽ വരുമ്പോൾ സാലിസുൽ ഫിയൽ, മൂന്നാമത്തെ അക്ഷരത്തിന്, ഫിയലിലെ മൂന്നാമത്തെ അക്ഷരത്തിന് ദമ്മാണെങ്കിൽ ഹംസക്ക് ദം, അല്ലെങ്കിൽ ഹംസക്ക് കസ്ർ. ഇവിടെ ഉത്ലു ചേർത്ത് ഓതുമ്പോൾ ലിൽ മുഅ്മിനീനത്ലു എന്നാണ് ഓതുക. അങ്ങനെ ഓതാൽ സാധാരണ ഉണ്ടാവില്ല. എന്നാലും ഉത്ലു എന്നാണ് അവിടെ ഖതാ ചെയ്യുമ്പോൾ ആ ഹംസ കൃത്യമായി ഉച്ചാരണത്തിൽ വരുത്തി പാരായണം തുടങ്ങുകയാണെങ്കിൽ ഉത്ലു എന്ന് ഓതണം. ഉത്ലു മാ ഊഹിയ ഇലൈക്. അവിടെ മദ് മുൻഫസിൽ ജായിസ് നൽകി 4-5 ഹറക്കത്തിന്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഉത്ലു മാ ഊഹിയ ഇലൈക മിനൽ കിതാബി. എല്ലാ അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റെതാണ്. തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ഖാഫ് ഇസ്തിഫാലിന്റെ അക്ഷരമാണ്, പക്ഷേ കസ്റ ആയതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ തഫ്ഖീം കൊടുത്താൽ മതി. സ്വാദിന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക. ഇസ്തിഫാലിന്റെ ഹർഫാണ്. എന്നുള്ള ഇസ്തിഫാലിന്റെ തർക്കീഖോട് കൂടിയുള്ള ശബ്ദം ശ്രദ്ധിക്കണം. അസ്വലേ ലേ എന്നുള്ള ഉച്ചാരണം. സ്വലാ എന്നപ്പോഴത് അസ്വലേ. ഇന്ന സ്വലാത്ത, ഇന്ന മുശദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വീണ്ടും അസ്വലാത്ത എന്ന പദം വന്നു. സ്വാദിന് തഫ്ഖീം. ഇന്ന സ്വലാത്ത തൻഹ, മഹ്മൂസായ അക്ഷരമാണ്. ശ്രദ്ധിക്കുക. തൻഹ അനിൽ ഫഹ്ശാ. തൻഹ എന്നതിൽ സാക്കിനത്തെ നൂനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അൽ ഫഹ്ശാ, ഈ പദത്തിലെ ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്നതാണ്. അലിഫിന് 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘം നൽകൽ നിർബന്ധമാണ്. വൽ മുൻകർ, സാക്കിനത്തെ നൂനിന് ഇഖ്വാ ഹഖീഖി നൽകി മറച്ച് മണിച്ചുച്ചരിക്കുക. വ്യക്തമാക്കി മണിക്കണം. അന്ത്യത്തിൽ റാ ഉണ്ട്. വഖഫ് ചെയ്യുമ്പോൾ ആ റാഇന് തഫ്ഖീമാണ്. സുക്കൂനും തൊട്ടുമുമ്പിൽ സ്ഥിരപ്പെട്ട തൊട്ടുമുമ്പിൽ ഫത്ഹയും ഉള്ളതുകൊണ്ട് അൽ മുൻകർ റാഇന് തഫ്ഖീം കൊടുക്കുക. വലദിക്റുല്ലാഹി അക്ബർ. കാഫിന്റെ ഹംസ് ഷിദ്ദ തുടങ്ങിയ സിഫത്തുകൾ നിലനിർത്തി ഉച്ചരിക്കുക. വലദിക്റുല്ലാഹി
റാഇന് തഫ്ഖീം, അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല ഇതിലുള്ള ലാമിനും തഫ്ഖീം. അക്ബർ അവിടെയും കാഫ് വ്യക്തമാക്കി ഉച്ചരിക്കുക. അന്ത്യത്തിൽ റാഇന് തഫ്ഖീം അക്ബർ അക്ബർ. വല്ലാഹു യഅലമു മാ തസ്നഊൻ. വല്ലാഹു തഫ്ഖീം ചെയ്ത് ലഫ്ളുൽ ജലാലയിൽ ലാമിനെ ഉച്ചരിക്കണം. യഅലമു മാ താഇന് തഫ്ഖീം വരരുത്, ശ്രദ്ധിക്കുക. സ്വാദിന് മാത്രമാണ് തഫ്ഖീം. തസ്നഊൻ, അതായത് സ്വാദിന് മാത്രം തഫ്ഖീം. തൊട്ടു മുമ്പുള്ള തായിനോ ശേഷമുള്ള നൂനിനോ തഫ്ഖീം വരരുത്, ശ്രദ്ധിക്കണം. വല്ലാഹു യഅലമു മാ തസ്നഊൻ. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. إن الله يعلم ما يدعون من دونه من شيء وهو العزيز الحكيم. وتلك الأمثال نضربها للناس وما يعقلها إلا العالمون. خلق الله السماوات والأرض بالحق إن في ذلك لآية للمؤمنين. أتل ما أوحي إليك من الكتاب وأقم الصلاة إن الصلاة تنهى عن الفحشاء والمنكر ولذكر الله أكبر والله يعلم ما تصنعون.